3:30-ക്ക് ജാമ്യ ഉത്തരവ് കിട്ടിയാൽ എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും മുസ്തഫ? ഇഷാദയും സാധാരണഗതിയിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അത് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ആ ജില്ലാ ജയിലിൽ കൊണ്ടുകൊടുക്കുക, ഓർഡർ കൈപ്പറ്റിയതിന് ശേഷം ജയിൽ സൂപ്രണ്ടാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക. മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ 3:30 മണിക്ക് ഓർഡർ അപ്ലോഡ് ചെയ്ത് കാക്കനാട് ജയിലിൽ എത്തിച്ചാൽ ഉടൻ തന്നെ പുറത്തിറങ്ങാം. ഇന്ന് 5 മണിക്കുള്ളിൽ തന്നെ ബോബിക്ക് ജയിലിന് പുറത്തേക്ക് വഴിയൊരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ചില കേസുകളിലൊക്കെ ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ PV അൻവറിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ പൾസർ സുനിയുടെ കേസിലാണെങ്കിലുമൊക്കെ ജാമ്യം നൽകിക്കൊണ്ട് കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം അന്ന് തന്നെ ജയിലിന് പുറത്തേക്ക് വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൂടി ഈ കേസിൽ എന്തായാലും വളരെ അടിയന്തരമായി തന്നെ പരിഗണിക്കണം. ജയിലിൽ ഒരു ദിവസം പോലും കടക്കാതിരിക്കേണ്ട സാഹചര്യമൊക്കെ അന്ന് അഭിഭാഷകരും അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ള ആളുകളുമൊക്കെ വളരെ വിശദമായി തന്നെ ആ രൂപത്തിലേക്ക് അന്ന് കടന്നതാണ്. പക്ഷേ കോടതി അന്ന് അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് ചൊവ്വാഴ്ചയിലേക്ക് നീക്കുന്നു. ഇതിനകം തന്നെ ഒരു 5-6 ദിവസം ബോബി നിലവിൽ ജയിലിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഈ ഓർഡർ അപ്ലോഡ് ചെയ്താൽ 3:30 മണി എന്ന് പറയുമ്പോൾ കോടതി സമയമാണ്, ജയിലിൻ്റെ ഒക്കെ സമയമാണ്, പ്രവൃത്തി സമയമാണ്. എന്തായാലും ഇവിടെ നിന്ന് ആ ഓർഡർ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു താമസം മാത്രമാണ് ബാക്കി. 5 മണിക്ക് മുമ്പായി ബോബി ജയിലിന് പുറത്തേക്ക് വരും. കാക്കനാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് കാക്കനാടേക്ക് വളരെ തുച്ഛമായ സമയം, ആ സമയം കൂടി കണക്കാക്കില്ല. അതല്ലെങ്കിൽ അങ്ങനെ വലിയ സാഹചര്യങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ജയിൽ സൂപ്രണ്ടിന് ഉത്തരവ് മെയിൽ അയച്ചു നൽകാറും പിന്നീട് അതിൻ്റെ ഹാർഡ് കോപ്പി ഹാജരാക്കാറും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഇന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. 5 മണിക്ക് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിന് പുറത്തേക്ക് വഴിയൊരുങ്ങുകയാണ്. 6 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം ഇന്ന് തന്നെ പരമാവധി ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള നടപടിക്രമങ്ങൾ അഭിഭാഷകരും അതോടൊപ്പം തന്നെ കൂടെയുള്ള ആളുകളുമൊക്കെ പൂർത്തിയാക്കും. എന്തായാലും ഈ ഓർഡർ 3:30-ക്ക് അപ്ലോഡ് ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ, കാര്യം ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു അഭിഭാഷകരൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ യൂണിറ്റും അതോടൊപ്പം തന്നെ ലിഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിക്ക് മുമ്പിലുണ്ട്. ജിയോപോളും അതോടൊപ്പം തന്നെ രാമൻപിള്ളയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ജില്ലാ കോടതിയിൽ നേറ്റ ഒരു തിരിച്ചടി. അന്ന് കാര്യമായി അഭിഭാഷകർ പ്രതികരിച്ചിരുന്നില്ല. ആ ഓർഡറിൻ്റെ കോപ്പി പോലും അന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാവുകയായിരുന്നില്ല. പിന്നീട് മറ്റ് സോഴ്സുകൾ വഴിയാണ് നമ്മളതൊക്കെ കളക്ട് ചെയ്തത്. പക്ഷേ ഒരുപക്ഷെ ഇന്ന് ഈ ഹൈക്കോടതി ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ റിമാൻഡിലേക്ക് പോകുകയും ചെയ്യുന്ന ആ ഒരു മൂഡല്ല, ആ ഒരു പ്രതീതിയല്ല ഇന്നുള്ളത്. ഇന്നെന്തായാലും ജിയോപോളും അതോടൊപ്പം തന്നെ രാമൻപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും, മാധ്യമങ്ങളോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറയും. എന്തായാലും 3:30 മണിക്ക് ഈ ഓർഡർ കിട്ടിയ ഉടൻ തന്നെ ജയിലിൽ ഹാജരാക്കി സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആ റിലീസ് ഓർഡർ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിക്കൊണ്ട് ജാമ്യ ഉത്തരവ് കൈപ്പറ്റി മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊരുക്കുകയാണ് അഭിഭാഷകരൊക്കെ ചെയ്യുക. എന്തായാലും നിഷാദ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കും. ബോബി ചെമ്മണ്ണൂർ ഇന്ന് വൈകുന്നേരത്ത് കൂടി ജയിലിന് പുറത്തേക്ക് വരുമെന്നാണ് വിചാരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാം എന്നാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്ന് രാവിലെ നടന്ന ഹിയറിംഗിന് ശേഷമാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകാമെന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ ശ്രദ്ധേയമായ ചില പോയിന്റുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ദ്വയാർത്ഥ പരാമർശങ്ങളല്ല എന്ന വാദത്തെ കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. ദ്വയാർത്ഥ പരാമർശമല്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. എന്ന് മാത്രമല്ല, വാദപ്രതിവാദ ഘട്ടത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള കമന്റുകൾ പരാതിക്കാരിക്കെതിരെ ഉയർന്നു വരാൻ പാടില്ല എന്ന് കോടതി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹണി റോസ് വലിയ ഒരു മഹാപ്രതിഭയൊന്നുമല്ല എന്ന മട്ടിലുള്ള ഒരു കമന്റ് കോടതിയുടെ മുമ്പിൽ നിന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാം എന്നതിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിന്റെ കുറ്റകൃത്യ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ വാദം, ഇഴകറി പരിശോധന വിചാരണ ഘട്ടത്തിലാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ കോടതി ജാമ്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. ജാമ്യം നൽകാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നിലപാട്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 3:30-ക്ക് വിശദമായ ഉത്തരവ് കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഉത്തരവ് ലഭ്യമായാൽ തുടർ നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടുകൂടി തന്നെ കാക്കനാട് സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂരിന് കഴിയുന്ന നിലയാണ് ഇപ്പോഴുള്ളത് എന്ന് കാണാം. ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുമെന്ന് തന്നെ വിചാരിക്കാം. ബോബി ചെമ്മണ്ണൂർ ജാമ്യം കോടതിയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാന ഇൻഫർമേഷൻ. ഉത്തരവ് 3:30-ന് കോടതിയിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതിനകത്ത് മുസ്തഫ മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ കോടതി പറയുന്ന ഒരു കാര്യം, അതായത് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങൾ അതിൻ്റെ വലിയ പരിശോധനകൾ വേണ്ടി വരുന്നത് വിചാരണ ഘട്ടത്തിലാണ്.
അതുകൊണ്ട് തന്നെ അതിലേക്ക് പോയി തെളിവ് ഈ ആ കുറ്റകൃത്യത്തിന്റെ ആഴം എന്നിവ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന കൺക്ലൂഷനിലേക്കാണോ കോടതി എത്തിയിരിക്കുന്നത്? ഇഷാദ്, സാധാരണഗതിയിൽ ഈ ഹർജികൾ നൽകുമ്പോൾ ഓരോ ബെഞ്ചും ഓരോ റോസ്റ്ററിനനുസരിച്ച് ഓരോ ജഡ്ജസാണ് പരിഗണിക്കുക. ബെയിലാപ്പ് എന്ന് പറയുമ്പോൾ ജാമ്യം നൽകണം എന്നുള്ളൊരു ജാമ്യാപേക്ഷ മാത്രമാണ്. അതിൽ കേസിന്റെ മെറിറ്റുകളോ മറ്റു കാര്യങ്ങളോ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് കോടതി പരിഗണിക്കുക. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ കോടതി ചില പരാമർശങ്ങൾ നടത്തി. അതായത് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് വളരെ സരസമായി തന്നെ കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ മെറിറ്റിലേക്ക്, ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോയിന്റ് വൈസ് ആയി വിശദമായ വാദത്തിലേക്ക് അഭിഭാഷകൻ കടന്നത്. അപ്പോഴാണ് പറഞ്ഞത് അതിന്റെ അത്തരത്തിലുള്ള കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ഇത് ബെയിൽ ആപ്ലിക്കേഷനാണ്, ജാമ്യാപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നത് ശരിയല്ല. കോടതികൾ അങ്ങനെ സാധാരണ ചെയ്യാറുമില്ല.